തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് മറുപടിയുമായി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത്, ദേഹത്ത് ചെളി പുരളും, പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും. ആപ്തവാക്യം എന്നാണ് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വളരെ ശക്തമായ മറുപടിയാണ് സന്ദീപ് വാര്യർക്ക് കെ സുരേന്ദ്രൻ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ അരുൺ. സന്ദീപ് വാര്യരുടെ പരാമർശങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത്. അതായത് സന്ദീപ് വാര്യരോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് നേതാവിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. അടുത്തിടെ ഒരു കോൺഗ്രസിൻ്റെ പരിപാടിക്കിടെയായിരുന്നു ഈ തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയും ഒപ്പം തന്നെ ഈ തൃശ്ശൂരിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ തോൽപ്പിക്കും, കെ സുരേന്ദ്രൻ മാത്രമല്ല ബി.ജെ.പിയിൽ ആര് മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന തരത്തിലൊക്കെ ആയിരുന്നു ഈ സന്ദീപ് വാര്യരുടെ വെല്ലുവിളി. ഏതായാലും ആ വെല്ലുവിളിയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യർക്ക് മറുപടിയുമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത്, ദേഹത്ത് ചെളി പുരളും, പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും, ആപ്തവാക്യം എന്ന് പറഞ്ഞ് ഒരു വിമർശനം എന്ന തരത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി. കേരളത്തിൽ ഈ സന്ദീപ് വാര്യരെ കഴിഞ്ഞ കുറച്ച് കാലമായി തന്നെ സന്ദീപ് വാര്യർ പറയുന്ന ഓരോ കാര്യങ്ങളോടും അവഗണിച്ച് തള്ളണം എന്നുള്ള പൊതുവെ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ബി.ജെ.പിയിൽ ഒരു പാലക്കാടുള്ള പൊതുപരിപാടിക്കിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്നും പിണങ്ങി കോൺഗ്രസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിലപാടില്ലാത്ത വ്യക്തിയുമായി സംസാരിക്കുകയോ അദ്ദേഹം നിരന്തരം ഫേസ്ബുക്കിലൊക്കെ ബി.ജെ.പിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് കുറിപ്പുകളും മറ്റുമൊക്കെ ഇടുമ്പോൾ അതിനോടൊന്നും മറുപടി പറയേണ്ട സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ചെവി കൊടുക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ ബി.ജെ.പി. നേതാക്കളൊക്കെ സ്വീകരിച്ച് കാണാറുള്ളത്. അതേ നിലപാട് ഒന്നുകൂടെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് കെ സുരേന്ദ്രൻ ഈ തൃശ്ശൂരിൽ കെ സുരേന്ദ്രനെ മത്സരിക്കുന്നതിന് വേണ്ടി വെല്ലുവിളി നടത്തിയ സന്ദീപ് വാര്യരോട്. തീർച്ചയായും ശക്തമായ ഭാഷയിലാണ് കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ സമൂഹ മാധ്യമത്തിലൂടെ വിമർശിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്ത്.